Hey guys, welcome to my channel Jia Travel Vlogs. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ വ്ളോഗിങ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഗാഡ്ജറ്റ് ലിസ്റ്റുകളിൽ ആഡ് ഓൺ ആയ ഒരു പുതിയ മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആൻഡ് സംഭവം വന്നിട്ട് DJയുടെ മൈക്ക് മിനിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മൈക്ക് മേടിച്ചിട്ട് ഒരു 2 months and above ആയി. സോ ഇതിനെ നന്നായിട്ടൊന്ന് യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു റിവ്യൂ വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അല്ലാത്തവർ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഔട്ട്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ഇതുപോലെ 4 LED ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ മേളിൽ ഒരു ചെറിയ പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട്. ആൻഡ് ഈസിലി ഇത് ഓപ്പൺ ആവുകയും ചെയ്യും. ഓക്കെ, ആൻഡ് മേളിൽ DJയുടെ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സൈഡിൽ ആൻഡ് ബാക്കിൽ വന്നിട്ട് ഇത് കണക്ക് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് C ടൈപ്പാണ് വരുന്നത്. ആൻഡ് താഴെ ഇതുപോലെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ആൻഡ് ഇത് കൊണ്ട് നടക്കാനായിട്ട് നമുക്കൊരു ബാഗും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ബാഗ്. ആൻഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റീഡ് ആയിട്ടുള്ള ബാഗാണ്. ആൻഡ് സിബും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സിബ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ബാഗിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ സിബാണ് നോക്കുന്നത്. ആൻഡ് ഒരു അടിപൊളി ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ അകത്തും ഒരു ചെറിയ പൗച്ചുണ്ട്. ബാക്കി എന്തെങ്കിലും മൈക്ക് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ വയ്ക്കണമെങ്കിൽ നമുക്കിത് ഇതുപോലെ വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ ബാഗും ഔട്ടർ കാര്യങ്ങളെക്കുറിച്ച്. ഇനി നമുക്കിത് തുറന്ന് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്ക് തുറക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഉൾഭാഗം വന്നിട്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടലി ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ, പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു Type-C പിൻ തന്നിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് ഈ ഒരു ചെറിയ സ്പേസിനകത്ത് തന്നെ അവർ വെക്കാനുള്ള പ്രൊവിഷൻ തന്നിട്ടുണ്ട്. സെയിം തന്നെ ഈ സൈഡിൽ അതുപോലെ ഒരു ബ്ലാങ്ക് സ്പേസ് അവർ തന്നിട്ടുണ്ട്. മേ ബി ഇനി ലൈറ്റ്നിങ് പിൻ വല്ലതും നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്പേസ് അവർ തന്നിരിക്കുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ അവർ ഈ ഒരു സൈഡിൽ നമുക്ക് ഓക്സ് കേബിൾ വയ്ക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങൾക്കും പ്രത്യേകമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് തന്നെ ഇതുപോലെ കൊണ്ട് നടക്കുകയും ചെയ്യാം. ആൻഡ് സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മൈക്കുകളെ പോലെ തന്നെ ഈ ഒരു മൈക്കിൽ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ട്. അപ്പം എന്നെ ഇത് മേടിക്കാനായിട്ട് അട്രാക്ട് ചെയ്ത വൺ ഓഫ് ദ റീസണിലൊന്നാണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഈ കുഞ്ഞ് സൈസ്. ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ട്രാൻസ്മിറ്ററാണ് ഇവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ DJയുടെ ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് ഇവിടെ സൈഡിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്, ഒരു ലിങ്ക് ബട്ടൺ ഉണ്ട്. ആൻഡ് 2 സൈഡിലായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കണക്ടിവിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും ഈ ഒരു ലൈറ്റ് നോയ്സ് റിഡക്ഷൻ ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഇത്. പിന്നെ ഈ ഒരു സൈഡിൽ വരുന്നത് നമ്മുടെ മൈക്കാണ്. ആൻഡ് ഇവിടെ തന്നെയാണ് നമുക്ക് ഡെഡ് ക്യാറ്റ് വെക്കാനായിട്ടുള്ളൊരു പ്രൊവിഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡെഡ് ക്യാറ്റ് ഫിക്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഊരി വരും എന്നൊരു ടെൻഷനൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഇതുപോലൊരു ക്ലിപ്പും ഉണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മാഗ്നറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഡ്രസ്സിൽ ഈ ഒരു മൈക്ക് അറ്റാച്ച് ചെയ്യാവുന്നതുമാണ്. ആൻഡ് ഇൻ കേസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് മാഗ്നറ്റ് പുറത്ത് വെക്കുകയും ചെയ്യാം. സോ ഒന്ന് കാണുന്നവർക്ക് നമ്മൾ മൈക്ക് വെച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നത്തില്ല. ആകെ ഈ കുഞ്ഞ് മാഗ്നറ്റ് മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. ആൻഡ് ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൂടെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ക്ലിപ്പ് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ താന്നു പോകുമെന്നുള്ളൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. അപ്പോൾ നമുക്ക് അതൊരു നല്ലൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് വന്നിട്ട് DJയുടെ റിസീവറാണ്. അപ്പോൾ ഇതാണ് DJയുടെ റിസീവർ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമ്മൾ DJയുടെ ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ ട്രാൻസ്മിറ്റർ 1 and 2ൻ്റെ കണക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED ലൈറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഗെയിൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്സ് ഉണ്ട്. അപ്പം -12 to +12 വരെയാണ് ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റിങ് ഇത് വരുന്നത്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്
0 ആണ്. പൊതുവേ ഇൻഡോറിലൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഡോർ ഷൂട്ടിങ്സൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലത് 0 അല്ലെങ്കിൽ -6 ഇടുന്നതാണ്. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും +6 അല്ലെങ്കിൽ ഇത്തിരി ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു അടിപൊളിയായിട്ട് അത് നോയ്സ് ക്യാച്ച് ചെയ്തോളും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഇത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് പവർ ഓൺ ആൻഡ് ഓഫിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ദിസ് സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടും അതിൻ്റെ തൊട്ട് താഴെ തന്നെ ലിങ്ക് ബട്ടണും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും നമുക്ക് ക്യാമറാസിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടൊരു കുഞ്ഞ് ക്ലിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി താഴത്തെ സൈഡ് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു Type-C കേബിളിൻ്റെ പോർട്ട് കാണാം. ഈ ഒരു സൈഡിൽ നമുക്ക് C പിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് തന്നെ Type-C പിൻ അവർ തന്നിട്ടുണ്ട്. അത് വെക്കാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഇതിനെടുത്തിട്ട് ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് കംപ്ലീറ്റ് കണക്റ്റ് ആകുമ്പോൾ ഒരു ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് നമുക്ക് കേൾക്കും, ഇതുപോലെ. അപ്പോൾ ഈ ഒരു ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയി, സെക്യൂർഡ് ആയി എന്നുള്ളതാണ്. ഇത് എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പൊതുവേ നമുക്ക് സി ടൈപ്പ് പിന്നെ അവർ തന്നിട്ടുള്ളൂ, ലൈറ്റ്നിങ് പിൻ തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റിസീവറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിലുള്ള ആ ഒരു റേഞ്ചിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ് കമ്പനി പറയുന്നത്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 48 hours വിത്ത് ചാർജിങ് കേസാണ് പറയുന്നത്. ഒരു പരിധി വരെ അത് ശരിയാണ് കേട്ടോ. കാരണം ഞാൻ അത് ഒരു ലോങ് യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ബാറ്ററി ഇഷ്യൂവും തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചാർജ് ചെയ്തതേ ഉള്ളൂ. എനിക്ക് റേഞ്ച് ഇഷ്യൂവും ഒട്ടും തന്നെ വന്നില്ല. ഞാൻ ഇതിനു മുന്നേ മൈക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വോയിസ് ഇങ്ങനെ കട്ട് പോലെ ഇങ്ങനെ കേൾക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂവേ വന്നിട്ടില്ല. അപ്പം അത് അവർ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ മാക്സിമം അത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിട്ട് 16,000 ആണ് വരുന്നത്. എനിക്ക് ഒരു ഓഫർ പ്രൈസിന് 15,000 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. അത് ഒരു 2 months മുന്നത്തെ ഓഫറായിരുന്നു. ഓക്കെ, ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും എനിക്ക് 2-3 മൈക്സ് ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതൊരു വർത്ത് ആയിട്ടുള്ളൊരു മൈക്കായിട്ടാണ് തോന്നിയത്. കാരണം ഒന്നെന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഈ കൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്മിറ്റർ നമ്മുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല. അത് പോരാഞ്ഞിട്ട് റേഞ്ചിൻ്റെ ഇഷ്യൂവോ ബാറ്ററിയുടെ ഇഷ്യൂവോ തന്നെ വരുന്നില്ല. അപ്പോൾ ഓൾറൗണ്ട് എനിക്കിത് 16,000 ഒരു വർത്ത് ആയിട്ടുള്ളൊരു മൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് ഇതിനുള്ളത്. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ട്രാൻസ്മിറ്റർ എടുക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഈ ഓട്ടോമാറ്റിക് കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് DJIയുടെ ആക്ഷൻ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു ഏതെങ്കിലും ഒരു ട്രാൻസ്മിറ്റർ എടുക്കുമ്പോഴത്തേക്കും തന്നെ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതായത് നമ്മുടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു നോട്ടിഫിക്കേഷനാണ്. അത് കൂടാതെ നമുക്കിതിൻ്റെ മേളിലൊരു ഗ്രീൻ ലൈൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഗ്രീൻ ലൈൻ വന്നിട്ട് നമ്മുടെ നോയ്സ് അല്ലെങ്കിൽ വോയിസ് ഇൻഡിക്കേഷനാണ് ആ കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു ആക്ഷൻ ക്യാമിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആണ് ഓൺ ആവുന്നെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എനിക്കതൊരു ഗുഡ് ഫീച്ചർ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മൈക്ക് വഴിയാണോ ഇത് റെക്കോർഡ് ആവുന്നത്, അതോ ഓൾറെഡി ഇൻബിൽഡ് റെക്കോർഡിംഗ് ആണോ ഇത് ഓൺ ആയി വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഗ്രീൻ ലൈൻ ഇൻഡിക്കേഷൻ വഴി നമുക്ക് അറിയാനായിട്ടും പറ്റും. ഇതുപോലെ ഈ ട്രാൻസ്മിറ്റർ തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഡിസ്കണക്റ്റഡ് ആയി എന്നുള്ളതും പറയും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് DJI ഒരു ആപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. DJI Mimo എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഹോം പേജ് ഓപ്പൺ ആവും. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ റിസീവർ എടുക്കുക. എന്നിട്ട് ഈ C ടൈപ്പ് കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് റിമൂവ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോണിൽ ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസീവർ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ.
ബാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഓപ്പൺ DJI Memo ടു ഹാൻഡിൽ DJI Mic Mini. അപ്പോൾ ഓൾവേസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ ഗോ ടു സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ മേളിൽ ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും ബാറ്ററി ഇൻഫർമേഷൻസ് ആണ്. ആൻഡ് ആ താഴെ കാണുന്ന ഗ്രീൻ ലൈൻ വരുന്നത് വോയിസ് ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ വരുന്നത് നോയ്സ് ക്യാൻസലേഷൻ ആണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, സ്ട്രോങ്ങും ബേസിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രോങ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ കട്ടാവും. പിന്നെ അടുത്തത് വരുന്നത് ഓഡിയോ ചാനലാണ്. അത് നമുക്ക് മോണോ സ്റ്റീരിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുമ്പോൾ ഓട്ടോ ഓഫ് വരുന്നത്. അത് ഒരു നമ്മുടെ ക്യാമറ ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കും 15 മിനിറ്റിനകത്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. നമുക്ക് പ്രത്യേകം ഓഫ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് വരുന്ന ക്ലിപ്പിംഗ് കൺട്രോളാണ്. നമ്മളിപ്പം ഒച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ നോയ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പിംഗ് ഒക്കെ അത് അവോയ്ഡ് ചെയ്യും. പിന്നെ വരുന്നത് പവർ ബട്ടൺ ഫോർ നോയ്സ് ക്യാൻസലേഷൻ ആണ്. നമ്മളത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ്റെത് ഓട്ടോമാറ്റിക്കലി ഓണും ഓഫും ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് മൈക്ക് LED ഓണും ഓഫും ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിവൈസ് സെറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു DJIയുടെ മൈക്കിൻ്റെ വേറൊരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മൈക്ക് DJIയുടെ ഏതെങ്കിലും ഒരു ആക്ഷൻ ക്യാമറയായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു മെമ്മോ ആപ്പ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് നമുക്ക് ഈ ആക്ഷൻ ക്യാമിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ഷൻ ക്യാമിൽ സൈഡിൽ സെറ്റിങ്സ് എടുക്കുമ്പോൾ മുകളിൽ DJI എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു 3 ഫീച്ചേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ഇതിലുണ്ട്. ആൻഡ് ആദ്യം എന്ന് പറയുന്നത് ചാനലാണ്. അത് സ്റ്റീരിയോ ആണോ മോണോ ആണോ എങ്ങനെയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് ഇതുപോലെ ഇവിടെ ഗെയിൻ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത് വരുന്നത് നോയ്സ് റിഡക്ഷൻ ആണ്. അപ്പോൾ നോയ്സ് റിഡക്ഷൻ നമുക്ക് ഹൈ ആണോ ലോ ആണോ അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനും ഈ ഒരു ആക്ഷൻ ക്യാം വഴി തന്നെ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് അടിപൊളി ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എല്ലാം ആക്ഷൻ ക്യാമിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആക്ഷൻ ക്യാമിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു മൈക്കിൻ്റെ ആ ഒരു ബാക്കി പാർട്സ് എടുക്കേണ്ട ഒരു ആവശ്യം അതൊന്നും അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആക്ഷൻ ക്യാമിൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം ഒരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഈ ഒരു മൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ബൈ.